ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് കുറച്ച് പ്രൊഡക്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ട് സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ആണ് ഈ ഒരു മെറൂൺ ഹോട്ട് സെറ്റ് ആണ്. നല്ലൊരു മെറൂൺ ആണ് കേട്ടോ. ഈ ഒരു ഒറ്റ ഷെയ്ഡിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഹോട്ട് സെറ്റ് നമുക്ക് വലിയ ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. ഫുൾ ബോഡി വലിയ വലിയ പൂക്കളാണ് വരുന്നത് കേട്ടോ. വീനെക്കിലാണ് വരുന്നത്. ഇത് അത്യാവശ്യം വലിയ സൈസ് ആണ്, കാരണം നമുക്ക് മീഡിയം ടു ട്രിപ്പിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, ഞാൻ എടുത്ത് ചെയ്യണം. അപ്പോൾ ഇത് ട്രിപ്പിൾ എക്സൽ ആണ് കേട്ടോ. അതൊന്നും ഇത്ര വരുന്നത് നമുക്ക് വീനൊക്കെ വരുന്നത്. അതേപോലെ തന്നെ എൽബോ സ്ലീവ് ആണ്. ഫുള്ള് നമുക്ക് ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പാൻറ് ഉണ്ടാവുമല്ലോ. അതെ, പ്ലെയിൻ ആയിട്ടുള്ള ലൂസ് ബോട്ടാണ് വരുന്നത്. പ്ലെയിൻ ആണ് വരുന്നത് ഫുള്ള്. നല്ല മെറൂണാണ് കേട്ടോ. അതേപോലെ നമുക്ക് പോക്കറ്റ് അവൈലബിൾ ആണ് പാൻറ്റിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 850 ആണ്. നമ്മുടെ എല്ലാ എന്താ പറയുക ഡ്രസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതും അതിൻ്റെ അടിയിൽ നമ്മൾ ക്യാപ്ഷനിൽ പ്രൈസുകൾ കൊടുക്കാനായിട്ട് ഈ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒക്കെ വിട്ട് പോകുമ്പോൾ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ വാങ്ങും പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ DM ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് ആണ്. സെക്കൻഡ് നമുക്ക് വന്നിട്ട് ഒരു ടോപ്പാണ്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാത്ത ഒരു ടോപ്പാണ് കേട്ടോ. ഇതാണ് വരുന്നത്. ഇതും നമുക്ക് നേരത്തെ കോട്ടൺ അല്ലായിരുന്നു. ഇത് നമുക്ക് പ്യുവർ കോട്ടണിലാണ് വരുന്നത്. പ്യുവർ കോട്ടണിൽ ലൈനിങ്ങും വരുന്നുണ്ട്. സ്ലീവ്ലെസ് ആണ് ടോപ്പ് വരുന്നത്. സ്ലീവ്സ് ഉള്ളിൽ ഉണ്ട്, വേണ്ടവർക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക 3/4 സ്ലീവ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതിനുള്ള മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ കൈ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ എൽബോ സ്ലീവ് കിട്ടണമെന്നുണ്ടെങ്കിലും ചെയ്യാം. നമുക്ക് ഇത് വീനക്കല്ല, കറക്റ്റ് വീനക്ക് എന്ന് പറയുന്നത് നമുക്കൊരു കർവ് വരുന്നുണ്ട്. ഒരു ലീഫിന്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇതിന്റെ നെക്ക് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇതിന് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടത് വേഗം ഡീം ചെയ്യുക. ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അതേപോലെ നെക്സ്റ്റ് വീണ്ടും നമ്മൾ കോഡ് സെറ്റ് തന്നെയാണ്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു കോഡ് സെറ്റാണ്. ഇത് ബ്ലാക്ക് ചിക്കൻ കാര്യങ്ങൾക്ക് തന്നെ കോഡ് സെറ്റാണ് കേട്ടോ. ഈ ഒരു നെക്ക് പോർഷനിൽ ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ആ നെക്ക് പോർഷനിൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുക റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് ചിക്കൻ കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. സീക്വൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിന്റെ അടിയിലേക്കും ഇതേപോലെ ചിക്കൻ കാരിയുടെ ചെറിയ ചെറിയ വർക്കുകൾ വന്നിട്ട് സീക്വൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് തന്നെ ബ്ലാക്കിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ. അപ്പോൾ ഇതിന് നമുക്ക് വരുന്നത് 899 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കൂടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടം, ലൂസ് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടം കൂടെ ടെസ്റ്റ് ആണ്. ഇതിന് നമുക്ക് പോക്കറ്റും ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് രണ്ട് സാരിയും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മൾ സാരി എടുക്കുമോ? സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിനൻ മെറ്റീരിയലുള്ള സാരിയാണ് കാണിക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ 2 ഷെയ്ഡ്സാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേവി ബ്ലൂവും അതുപോലെ തന്നെ നല്ലൊരു മസ്റ്റർഡ് ബ്ലൂവിലാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നേവി ബ്ലൂ സ്റ്റോപ്പ് ഔട്ട് ആയി. ബാക്കിയുള്ളത് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ആണ്. അപ്പോൾ ഇത് കാണിക്കാനും വിചാരിച്ചു. നല്ലൊരു യെല്ലോ ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് വണ്ണം കൊടുത്തു കഴിഞ്ഞാലും ഉടുത്ത അതേപോലെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. നിങ്ങളാണ് തന്നെ ഇത് നമുക്ക് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതൊക്കെ എല്ലാവരും സാരി അപ്ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന കാര്യമാണ്, ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണോ? നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ സാരികൾക്കും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ക്യാപ്ഷന് കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാത്തവരും ഡീം ചെയ്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. പിന്നെ ഇനി പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മാക്സിമം ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് അല്ലോ എന്ന് പറയും. ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാത്തിലും ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഇതിനും ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ്. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസിൽ ഈ ഒരു ബോർഡർ ആണ് വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ മെറ്റീരിയലിൽ ഈ ഒരു ബോർഡർ ആണ് വരുന്നത്. മെറ്റീരിയലൊക്കെ ലിനൻ തന്നെയാണ് തന്നെ. സാരിയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് വരുന്നത്. സാരി ഇങ്ങനെയാണ് തന്നെ, ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് വരുന്നത്. 2 ബോർഡറിലും ഇങ്ങനെ ഇപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ ടൈപ്പിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് മാത്രം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഉണ്ടായിരുന്നത് സ്റ്റോപ്പ് ഔട്ടായി. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു സെമി ടസർ സാരിയാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സാരി വന്നിട്ട് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി സാരിയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കണ്ട, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതായത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ് ടൈപ്പ് സാരിയാണ് വരുന്നത്. സെമി ടസറാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൽ കളർ എന്താ ഇങ്ങനെ വിചാരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാരി മടക്കുമ്പോൾ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ട്രേസിംഗ് പേപ്പർ പോലത്തെ പേപ്പർ ഉണ്ടാവുമല്ലോ, അതുള്ള കാരണം കൊണ്ടാണ് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ബോർഡറിൽ നമുക്ക്
സ്കാലപ്പ് കൊടുത്തേക്കാണ്, ത്രെഡ് വർക്കിൽ സ്കാലപ്പ് വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത്. ഇതിലും നമുക്ക് ബ്ലൗസ് അറ്റാച്ച് ആണ്. ഈ സെയിം തന്നെയാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ബ്ലൗസിന് വരുന്നത്. അപ്പോൾ നമുക്ക് സ്കാലപ്പ് കൊടുത്ത് എന്താ പറയുക, സ്ലീവ് നമുക്ക് സ്കാലപ്പ് കൊടുപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്ലീവ്ലെസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് നമ്മൾ കാണിച്ച സാരി ആയാലും കോൺസെപ്റ്റുകളായാലും നേരെയൊക്കെ നമുക്ക് വേണ്ടവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നമ്പർ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേണ്ടവർ ഡയറക്റ്റ് മെസ്സേജിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ പിൻ ചെയ്യുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. വേണ്ടവർ നമുക്ക് ഡയറക്റ്റ് മെസ്സേജിലേക്ക്, വാട്സപ്പിലാണെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത്.